ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു റീഡിംഗ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന ആ ഒരു സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ പേഴ്സൺ യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ പേഴ്സൺ യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? ഓക്കെ, ഫസ്റ്റ് കാർഡ് ദ ഹാങ്ഡ് മാൻ ആണ് നമുക്ക് ഫസ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് കാർഡ് ക്വീൻ ഓഫ് സോഡ്സ് ആണ്. ക്വീൻ ഓഫ് സോഡ്സ്, പേജ് ഓഫ് കപ്സ്, ഏസ് ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് സോഡ്സ്, പിന്നെ നമുക്ക് വരുന്നത് 8 ഓഫ് വാൻഡ്സ് ആണ്. 8 ഓഫ് വാൻഡ്സ്, പിന്നെ ഇവിടെ 2 ഓഫ് സോഡ്സ്, നൈറ്റ് ഓഫ് വാൻഡ്സ്, 5 ഓഫ് കപ്സ്, the chariot card, 8 of pentacles, king of cups, മാസ്റ്റർ കാർഡ് നമുക്ക് നോക്കാം. മാസ്റ്റർ കാർഡ് 3 ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ ആ ഒരു സ്നേഹമുണ്ടോ ഇല്ലയോ എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് കാണാനായിട്ട് ഈ കാർഡുകളിൽ കാണാനായിട്ട് പറ്റുന്നത് ഏത് തരത്തിലുള്ള ഒരു സ്നേഹമാണ് നിങ്ങളോടുള്ളത്, എത്ര ജെന്യൂൻ ആയിട്ടുള്ള ഒരു സ്നേഹമാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിവിടെ ഒരു ഹാങ്ഡ്മാൻ എനർജിയും അതുപോലെ തന്നെ നമുക്ക് ഒരു 2 ഓഫ് സോൾസിന്റെ എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ് എന്നാണ് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ അവർ സ്റ്റക്ക് ആയിട്ടുള്ള ഒരു എനർജിയിലുമാണ്. അവർക്ക് ഫീലിങ്സ് നിങ്ങളോടുണ്ട്, നിങ്ങളോട് നല്ല രീതിയിൽ സ്നേഹമുണ്ട് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് ക്ലിയർ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനോ ഒന്നും കഴിയുന്ന ഒരു സിറ്റുവേഷനിലല്ല അവരിപ്പോൾ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. അവര് പല കാര്യങ്ങളെ കുറിച്ചും ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അവർക്ക് പേടിയാണ് എന്ന് കാണുന്നുണ്ട്. പല രീതിയിലുള്ള ഒരു ഫിയർ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പം നിങ്ങളെ വളരെയധികം സ്നേഹിക്കുമ്പോഴും അത് മുന്നോട്ട് കൊണ്ടുപോകണമോ എന്നതിൽ ഒരു ക്ലാരിറ്റി അവർക്കില്ല. ആ ഒരു അവസ്ഥയിലാണ് അവർ ഇപ്പോഴും ഉള്ളത്. പക്ഷെ ആ ഒരു സ്നേഹവും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ട്. വളരെയധികം ഒരു സ്നേഹം അവിടെ ഫീലിങ്സ് കാണാനുമുണ്ട്. അപ്പം ഇതിൽ ഒരു കാര്യമാണ് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് വരുന്നത്. ഒരു സ്നേഹം ഉണ്ടെങ്കിലും അത് ഫ്ലോ ചെയ്യുന്നുണ്ട്, പതിയെ ചെറിയ രീതിയിൽ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്കായിട്ട് ഇങ്ങനെ മാറുന്നു. ആ സ്നേഹം ഒത്തിരി ഉണ്ട്, പക്ഷെ ഇത് ബ്ലോക്കാണ് വരുന്നത്. ആ ഒരു സ്നേഹത്തിന്റെ എനർജിയിലേക്ക് കയറുമ്പോൾ അവിടെ ബ്ലോക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവരുടെ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ പേജ് ഓഫ് കപ്സ് ഉണ്ട്, അതുപോലെ തന്നെ കിങ് ഓഫ് കപ്സ്. ഈ 2 കാർഡുകളുണ്ട്. ഈ ഒരു 2 കാർഡുകൾ ഇവരുടെ ഫീലിങ്സ് ആണ് കാണിക്കുന്നത്. ഇവിടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ് നൽകുന്ന കാർഡുകളാണ് ഈ ഒരു പേജ് ഓഫ് കപ്സും അതുപോലെ തന്നെ കിങ് ഓഫ് കപ്സും. ഈ 2 കാർഡുകൾ, പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പ്യൂർ ആയിട്ടുള്ള അതുപോലെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു സ്നേഹം, നിർമ്മലമായിട്ടുള്ള പവിത്രമായിട്ടുള്ള ഒരു സ്നേഹമാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളോടുള്ളത് എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. കിങ് ഓഫ് കപ്സിലേക്ക് വരുമ്പോൾ വളരെ ഡീപ്പായിട്ട് ഇമോഷണൽ മച്യൂരിറ്റിയോട് കൂടിയ ഒരു സ്നേഹമുണ്ട് എങ്കിൽ പോലും അത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഒരു സ്നേഹത്തിന്റെ ഫീലിങ്സുകൾ പുറത്ത് കാണിക്കാതെ അവർ ഹൈഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പം ഇത് ശരിക്കും ഒരു നിങ്ങളോടുള്ള അവരുടെ സ്നേഹം ജെന്യൂൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ അത് അവർ മുഴുവനായിട്ട് തുറന്ന് കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അവർ സൈലന്റ് ആയിട്ട് നിങ്ങളെ കെയർ ചെയ്യും, നിങ്ങളെ ഹർട്ട് ചെയ്യാനായിട്ട് അവർക്ക് ആഗ്രഹമില്ല. പക്ഷെ
ഇമോഷണൽ എക്സ്പ്രഷൻസ് കുറവാണ്. നിങ്ങളിലേക്ക് വന്ന് അങ്ങനെ ആക്ഷനൊക്കെ ഇട്ട് ഒരു എക്സ്പ്രഷൻ, ആ ഒരു സ്നേഹമുണ്ട് എന്ന് കാണിക്കുന്ന ആ ഒരു പ്രകൃതം വളരെ കുറവാണ് എന്നുള്ളതാണ്. അതായത് സ്നേഹമുണ്ട്, പക്ഷെ അതൊരു സൈലന്റ് ആയിട്ട് നിന്ന് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളിപ്പം ആ ഒരു വ്യക്തി, നിങ്ങളെ ഈ ഒരു വ്യക്തി ഇത്രയും ഡീപ്പായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞില്ല എങ്കിൽ പോലും അവർക്ക് പ്രശ്നമില്ല. ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ, ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ആ ഒരു നിങ്ങളോട് ഇത്രയധികം സ്നേഹമുണ്ട് എന്ന് കാണിക്കാനായിട്ട് അങ്ങനെ കാണിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. പക്ഷെ മനസ്സിനുള്ളിൽ അവർ ആ ഒരു സ്നേഹം ഇപ്പോഴും കൊണ്ടു നടക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം വളരെ കൂടുതലായിട്ട് തന്നെ അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നിങ്ങളോട് പറയാൻ വരെ, പറഞ്ഞാൽ അത് വേറെ പ്രശ്നങ്ങളിലേക്ക് പോകുമായിരിക്കാം. അതുകൊണ്ടായിരിക്കും അവരത് ഹൈഡ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ മാറി നിന്ന് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് വളരെയധികം. ഇനിയിപ്പോൾ നിങ്ങൾ അവരെ വെറുത്താൽ കൂടി, അല്ലെങ്കിൽ എന്നെ ഈ ഒരു പേഴ്സൺ ഇഷ്ടമല്ല എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ കൂടിയും അവർക്കതൊരു പ്രശ്നമല്ല. അവര് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അതാണ് അവരെ മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് ഏസ് ഓഫ് വൺസിന്റെ ഒരു കാർഡാണ്. ഏസ് ഓഫ് വൺസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നൈറ്റ് ഓഫ് വൺസ്, എയ്റ്റ് ഓഫ് വൺസും നൈറ്റ് ഓഫ് വൺസും, ഈ രണ്ട് കാർഡ്, ഇത് രണ്ട് ഫയർ എനർജി ആണല്ലോ. അപ്പം ഇവിടെ ഫിസിക്കൽ അട്രാക്ഷൻ ആണ് ഈ ഒരു കാർഡുകൾ കാണിച്ചിരുന്നത്. ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങളോട് നല്ല രീതിയിൽ ഈ ഒരു പേഴ്സൺ ഉണ്ട്. അതുപോലെ പാഷൻ വളരെ സ്ട്രോങ് ആണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളോടുള്ള ഒരു പാഷൻ വളരെ സ്ട്രോങ് ആണ്. അവർക്ക് നിങ്ങളോട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു, നിങ്ങളിലേക്ക് എത്താനായിട്ടുള്ള ഒരു വലി അതവർക്കുണ്ട്. ചിലപ്പോൾ ഒരു ചില സമയങ്ങളിൽ അവരുടെ ആക്ഷൻസ് ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അവോയ്ഡ് ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇഷ്ടമല്ല, നിങ്ങളെ ഇഷ്ടമല്ല എന്ന രീതിയിലൊക്കെ ആക്ട് ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും പല സമയങ്ങളിലും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ഒരു അട്രാക്ഷൻ അവിടെ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഇങ്ങനെയുള്ളപ്പോൾ പോലും, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടെങ്കിൽ പോലും, ഈ ഒരു കാർഡ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റേബിൾ ആയിട്ട് ഒരു കൺസിസ്റ്റൻസിയോട് കൂടി നിൽക്കുന്ന ഒരു അട്രാക്ഷനോ സ്നേഹമോ ഒന്നും അല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇടയ്ക്കിടയ്ക്ക് വിട്ടു പോകുന്ന ഒരു സ്നേഹം എന്ന് വേണമെങ്കിൽ പറയാം. സംടൈംസ് ഇവർക്ക് കൺഫ്യൂഷൻസ് ഇവർക്ക് ഉണ്ടാകും. അപ്പം സീരിയസ് ആണോ, അല്ലെങ്കിൽ ടെമ്പററി വന്നിട്ടുള്ള ഒരു അട്രാക്ഷൻ ആണോ എന്ന് ഇവർ തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ വന്നിട്ടുള്ളത് ഏസ് ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡാണ്. ഏസ് ഓഫ് സോർഡ്സും അതുപോലെ തന്നെ പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഓക്കെ, ക്യൂൻ ഓഫ് സോർഡ്സ്, ഈ രണ്ട് സോർഡ്സിന്റെ കാർഡുകൾ നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. ഈ സോർഡ്സിന്റെ കാർഡുകൾ പറയുന്നത് ശരിക്കും ഒരു സത്യം, അവരുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആ ഒരു സത്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് ഒക്കെ പറയാനായിട്ട് അവർക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ ഒരു കോൾഡ് ആയിട്ടുള്ള, ഒരു തണുത്തിറങ്ങിയ രീതിയിലാണ് നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അവർ കൺട്രോൾ ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പൊ ഫീലിങ്സ് കട്ട് ചെയ്ത് പാർഷ്യലായിട്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു. ആ ഒരു രീതിയിലാണ് അവരുടെ ബിഹേവിയറും ക്യാരക്ടറും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അവർക്ക് ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇന്ന കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ പോലും അവരത് പറയാതെ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ കുറച്ച് മാത്രം പറഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ബിഹേവിയറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഹൃദയത്തിൽ സ്നേഹമുണ്ട്, പക്ഷെ മനസ്സിൽ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് ഇവരിങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ എയ്റ്റ് ഓഫ് വൺസിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് എയ്റ്റ് ഓഫ് വൺസ് ഉണ്ട്, അതുപോലെ ചാരിയോട്ട് കാർഡ് ഉണ്ട്. ഈ രണ്ട് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു ഫ്യൂച്ചർ മൂവ്മെന്റ്സ് ആണ് കാർഡുകൾ കാണിക്കുന്നത്. അവർ സഡൻലി നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയാണ് ഈ ഒരു കാർഡിൽ നമുക്ക് പറയുന്നത്. അതുപോലെ റിലേഷൻഷിപ്പ് മൂവ് ചെയ്യാനായിട്ട്, മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് ആഗ്രഹം ഉണ്ടാകും. പക്ഷെ ഇത് പലപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവര് കൺഫ്യൂസ്ഡ് സ്റ്റേജിലൂടെ പോകുന്നത് കൊണ്ട് തന്നെ ആ ഒരു കൺഫ്യൂഷൻ ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങളിലേക്ക് പെട്ടെന്നൊരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലോ ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരികയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 5 ഓഫ് കപ്സിന്റെ ഒരു കാർഡ് ഉണ്ട്, അതുപോലെ 3 ഓഫ് കപ്സിന്റെ ഒരു കാർഡും കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെയാണ് പ്രോബ്ലംസ്. ഒരു ഉള്ളിന്റെ ഉള്ളില് പല വിധത്തിലുള്ള കോൺഫ്ലിക്ട്സുകൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് മനസ്സും ഹൃദയവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട്സ്, അതുപോലെ തന്നെ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അവിടെ ഓൾറെഡി ഉണ്ട് തേർഡ് പാർട്ടി, അവരുടെ കുറച്ച് ഇൻഫ്ലുവൻസസ് ഇതിനകത്ത് കയറി, അവരുടെ കുറച്ച് ഇടപെടലുകൾ ഇതിനകത്ത് കയറി വരാം. അത് കുറച്ച് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട് ഇവർക്ക്. അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഒരു ഒപ്പീനിയൻസ്, അവരുടെ ഒരു കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സ് പറയുന്ന രീതിയിൽ അവർ പറയുന്ന കാര്യങ്ങളിലേക്ക് ഫോളോ ചെയ്ത് പോവുക, അങ്ങനെയുള്ള കുറച്ച് ചലഞ്ചസ് ഇവരുടെ ലൈഫിൽ ഈ ഒരു റിലേഷൻഷിപ്പിലും വരാൻ ചാൻസസ് ഉണ്ട്. അതായത് നിങ്ങളോടുള്ള സ്നേഹം ഇവർക്ക് പ്യുവർ ആണ്, അതൊരു ജെന്യൂൻ ആണെങ്കിലും സറൗണ്ടിങ്സിൽ ചുറ്റുപാടുകൾ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ചുറ്റുപാടുകളിലുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ, ഇതെല്ലാം ഇവരുടെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 8 ഓഫ് പെന്റിക്കിൾസിന്റെ ഒരു കാർഡ് ഉണ്ട്. ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ് തന്നെയാണ്. അവര് എഫേർട്ട് ഇടാനായിട്ട് കേപ്പബിൾ ആണ് എന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷെ
കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ കഴിയുന്നില്ല. പക്ഷെ ഇവിടെ 8 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അവർ എഫേർട്ട് ഇടാനായിട്ട് കേപ്പബിൾ ആണ്. കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അതൊരു ക്ലിയർ ആയിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്നേഹമല്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. കാരണം അവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. അതുപോലെ തന്നെ ഒട്ടും കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരു ലവ് ആണ്. ഇടയ്ക്കൊക്കെ ഭയങ്കര സ്നേഹം ഉണ്ടാവും, അതിനുശേഷം അത് ഡിമ്മായി പോകും. ആ രീതിയിലുള്ള ഒരു സ്നേഹമാണ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവർക്ക് ഫീലിങ്സ് എല്ലാം തന്നെ, അവരുടെ ഫീലിങ്സ്, നിങ്ങളോടുള്ള ഫീലിങ്സ് എല്ലാം തന്നെ വളരെ ഡീപ്പാണ്. കിങ് ഓഫ് കപ്സ് വന്നിട്ടുള്ളത്. പക്ഷെ ആക്ഷൻസ്, ഡിസിഷൻസ് ഇതെല്ലാം വളരെ വീക്കാണ്. ഹാങ്ഡ് മാനും 2 ഓഫ് സോൾസും വന്നിട്ടുള്ളതുകൊണ്ട് ആക്ഷൻസ് എല്ലാം വളരെയധികം വീക്കാണ് എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സെയിം കാർഡുകൾ വെച്ചിട്ട് തന്നെ ഫ്യൂച്ചറിൽ അവർ ഇനി എന്തെങ്കിലും ആക്ഷൻ എടുക്കാനായിട്ട് ചാൻസസ് ഉണ്ടോ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അവർ ഇനി എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 8 ഓഫ് വാൻഡ്സും ചാരിയറ്റ് കാർഡ് ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഈ ഫ്യൂച്ചർ പറഞ്ഞു തരുന്നത്. ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്കത് മനസ്സിലാവുന്നത് അവർ സഡൻ ആയിട്ടൊരു കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു കോൺടാക്ട് നിങ്ങൾക്ക് കിട്ടട്ടെ. അപ്പോൾ ഒത്തിരി നാളായിട്ട് ഒരു നോക്കിയിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അങ്ങനെ പെട്ടെന്നൊരു കോൺടാക്ട് നിങ്ങളിലേക്ക് വരുമ്പോൾ വളരെ സന്തോഷം. അങ്ങനെയുള്ള കോൺടാക്റ്റുകളൊക്കെ, കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സമയത്ത് സൈലന്റ് ആയിട്ട് നിന്നിട്ട് പെട്ടെന്ന് റീച്ച് ഔട്ട് ചെയ്യുന്ന ആ ഒരു പ്രകടനമായിരിക്കും ഈ റിലേഷൻഷിപ്പ് വന്നപ്പോൾ തൊട്ട് ഈ പേഴ്സൺ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ ഇപ്പോഴും വരാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജോ കോളോ ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ചിലപ്പോൾ മീറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നൈറ്റ് ഓഫ് വാൻഡ്സും വന്നിട്ടുള്ളത് കൊണ്ട് അവരുടെ ഒരു ബിഗസ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം വളരെ ക്ലോസ് ആയിട്ട് വരും, പിന്നെ വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ആ ഒരു ഡിസ്റ്റൻസിലേക്ക് പോകും. കാരണം അവർ ഇമോഷണലി സ്റ്റേബിൾ അല്ല. അവരുടെ മനസ്സും അവരുടെ ഹൃദയവും തമ്മിലുള്ള കോൺഫ്ലിക്ട്സുകൾ തുടരുകയാണ്. അവർക്ക് കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം മനസ്സിലിട്ട് അവരിങ്ങനെ പ്രശ്നങ്ങളിലൂടെ പോകുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് അവർക്ക് കുറച്ച് ദിവസങ്ങൾ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ ക്ലോസ് ആയിട്ടിരിക്കുകയും പിന്നീട് ഡിസ്റ്റൻസിലേക്ക് പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ്. അതായത് ശരിക്കും ഓൺ ആൻഡ് ഓഫ് പാറ്റേൺ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് ഉള്ള ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആണ് ഇതെന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ. പിന്നെ പലപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് ഫ്യൂച്ചറിലേക്ക് വരുന്ന സമയത്ത് സത്യങ്ങളൊക്കെ, ഇതിനകത്തുള്ള യഥാർത്ഥ സത്യങ്ങളൊക്കെ പറയേണ്ടി വരും, ക്ലാരിറ്റി കൊടുക്കേണ്ടി വരും. പക്ഷെ അത് കുറച്ച് ഡിലേ ആകും. കാരണം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും, ഈ ഒരു പേഴ്സണ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഡിലേ ആയിട്ടാണ് ഇതൊരു ഒരു റീയൂണിയനിലേക്ക് അല്ല റീസ്റ്റാർട്ടിലേക്ക് വരാനുള്ള ചാൻസസ്. അല്ലെങ്കിൽ സിറ്റുവേഷൻ ഫോഴ്സ് ചെയ്താൽ മാത്രമാണ് അവർ ഈ ഒരു റീയൂണിയനിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അപ്പം ഫ്യൂച്ചറിൽ പോലും അവർ നിങ്ങളെ സ്നേഹിക്കും, പക്ഷെ അതൊരു ഫുള്ളി എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്നേഹമായിരിക്കില്ല എന്നുള്ളതാണ്. അതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. ഈ ഒരു പേഴ്സന്റെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു എനർജി നോക്കുമ്പോൾ നമുക്ക് അത് തന്നെയാണ് വീണ്ടും മനസ്സിലാവുന്നത്. നിങ്ങളോട് നല്ല സ്നേഹമുണ്ട്, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് തരാനോ ഒന്നും ഈ ഒരു പേഴ്സണ് കഴിയില്ല. ആ ഒരു ബിഹേവിയർ ആണ് ശരിക്കും ഓൺ ആൻഡ് ഓഫ് ആ ഒരു രീതിയിൽ പോകുന്ന ഒരു ബിഹേവിയർ. അപ്പം പിന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അത് യൂണിവേഴ്സിൽ നമുക്ക് ഗൈഡൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇമോഷണലായിട്ട് വളരെയധികം വീക്ക് ആകരുത് എന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറഞ്ഞു തരുന്നത്. ക്ലിയർ ബൗണ്ടറീസ് ഈ ഒരു പേഴ്സൺ എടുത്ത് സെറ്റ് ചെയ്യണം. ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല എന്നൊരു സ്റ്റാൻഡ് നിങ്ങൾ എടുക്കണം. അപ്പൊ സിമ്പിളായിട്ട് ഹേർട്ട് അതായത് ഫീലിങ്സുകളല്ല, ബ്രെയിൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഡിസിഷൻസ് എടുക്കണം എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളിപ്പോ ഒരു ബ്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ ഒരു പേഴ്സണെ വെയിറ്റ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ അല്ല എന്ന് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. ബ്ലൈൻഡ് ആയിട്ട് ഒരിക്കലും ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. അവര് റെഡി ആകുന്നത് അല്ലെങ്കിൽ അവര് ഒട്ടും തന്നെ നമുക്കിപ്പോ ഇത്ര ഒരു സമയത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും അങ്ങനെ ഒന്നും പറയാനായിട്ട് പറ്റത്തില്ല. ഒരിക്കലും ഒരു പ്രവചിക്കാൻ കഴിയാത്ത ഒരു പേഴ്സൺ ആണ് ഈ പേഴ്സന്റെ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ സ്റ്റക്ക് ആയിട്ട് നിൽക്കാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ നിൽക്കരുത് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് പോസ് ചെയ്യാം, പക്ഷെ ലൈഫ് സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെ സ്റ്റക്ക് ആയിട്ട് നിൽക്കരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ സെൽഫ് ഫോക്കസ്, ഓക്കെ, അത് ഉറപ്പായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു സമയം 8 ഓഫ് പെന്റക്കിൾസ് വഴി നമുക്ക് അതാണ് പറഞ്ഞു തരുന്നത്. നിങ്ങളെ തന്നെ ഇംപ്രൂവ് ചെയ്യുക, നിങ്ങളുടെ ഗ്രോത്ത് ഫോക്കസ് ചെയ്യുക. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളുടെ വാല്യൂ അവർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട്, അവർക്കത് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും നിങ്ങൾ സെൽഫ് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ. ഓക്കെ. പിന്നെ 3 ഓഫ് കപ്സും 5 ഓഫ് കപ്സ് ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസസ് ഉണ്ടാകും, അല്ലെങ്കിൽ അവർ ഒരേ സമയം ഒരു മൾട്ടിപ്പിൾ ഡിസ്ട്രാക്ഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാകും. അതുകൊണ്ട് ബ്ലൈൻഡ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും ട്രസ്റ്റ് ചെയ്യരുത്. ആ ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് ഒരു പരിധിക്ക് വിശ്വസിച്ച് അങ്ങനെ നിൽക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ പറഞ്ഞത്. ഫൈനൽ ഗൈഡൻസ് ആയിട്ട് പറഞ്ഞു തരുന്നത്
അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും, നിങ്ങളെ കംപ്ലീറ്റ്ലി അവർ വിട്ടു പോകില്ല. പക്ഷെ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാനായിട്ട് പറ്റില്ല. എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ എന്നും അവർ ഒരേപോലെയുള്ള ഒരു സ്നേഹം തരുമെന്നോ ഇതൊന്നും നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് ഇവിടെ പറയാനായിട്ട് പറ്റില്ല ഈ ഒരു കാർഡുകൾ വെച്ചിട്ട്. അപ്പൊ നിങ്ങൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം, ക്ലാരിറ്റി ഡിമാൻഡ് ചെയ്യണം, സെൽഫ് റെസ്പെക്ട് കോംപ്രമൈസ് ചെയ്യരുത്. ഇത്രയും കാര്യങ്ങളാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്നേഹം വളരെയധികം നിങ്ങളോടുണ്ട്. ജെന്യുവൻ ആയിട്ടുള്ള, പവിത്രമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു സ്നേഹം തന്നെയാണ് ഈ ഒരു പേഴ്സണുള്ളത്. പക്ഷെ ആ ഒരു സ്നേഹം മാത്രം പോരാ. ഒരു റിലേഷൻഷിപ്പ് നിൽക്കുമ്പോൾ അവിടെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ആക്ഷനും കൂടി വേണം. അതാണ് ഇവിടെ മിസ് ഔട്ട് ആയിരിക്കുന്നത്. അപ്പൊ ആ ഒരു ആക്ഷനുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പ് റൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. അപ്പൊ ഈ ഒരു പേഴ്സന്റെ കാര്യം പറയുവാണെങ്കിൽ അങ്ങനെ ഒരു സാധ്യത നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ നിങ്ങളുടെ വാല്യൂ ഒക്കെ റിയലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ വരികയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ കുറെ ലെസൺസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ആളുകൾക്ക് മാറ്റങ്ങൾ വരാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങൾ വരികയാണെങ്കിൽ ഇവർക്കും മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. അപ്പോൾ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് തരാനായിട്ട് അവർക്കും സാധിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മളിവിടെ നോക്കിയത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് ഉറപ്പായിട്ടും പറയാനായിട്ട് പറ്റും അവർക്ക് നിങ്ങളോട് നല്ല സ്നേഹം തന്നെയാണ് എന്നുള്ളൊരു കാര്യം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാകുന്നത്. കുറച്ച് ക്ലൂസ് അങ്ങോട്ട് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറയുന്നത് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ലെറ്റർ എസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 7 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. പോലീസ് എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ ജെ നമുക്ക് കിട്ടുന്നുണ്ട്. ഗെയിമിംഗ് ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളാകാനുള്ള ചാൻസസ് ഉണ്ട്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ. നമ്പർ 25 കിട്ടുന്നുണ്ട്. ലെറ്റർ ടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 4 കിട്ടുന്നുണ്ട്. ഫുട്ബോൾ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 2003 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1989 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 1995, 2002 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ചാരിറ്റി ഒക്കെ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. നമ്പർ 54 റൈഡിങ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ എൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 51 ഫ്ലവേഴ്സ്. 6 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റെഡ് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. മെയ് മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1987 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 1975 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. കെയറിങ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ യു നമുക്ക് കിട്ടുന്നുണ്ട്. ഈഗോ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഗാർഡനിങ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടെക് പരമായ കാര്യങ്ങളൊക്കെ ഒത്തിരി താല്പര്യമുള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. നമ്പർ 12 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.